ഈ വീഡിയോയിൽ നമ്മൾ ഫുൾ ആൻഡ് ഫുൾ മിഡിൽ ഈസ്റ്റ് തന്നെയാണ് നോക്കുന്നത്. അതിനകത്ത് ആദ്യമേ നമ്മൾ ഈ ഹൂത്തികൾ കുറേ നമ്മൾ അവിടെ അറ്റാക്ക് നടത്തി ഇവിടെ അറ്റാക്ക് നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അവർ പറയുന്ന രണ്ട് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരു ആക്രമണം നടത്തി എന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ USS ഹാരി എസ് ട്രൂമാൻ എന്ന് പറഞ്ഞ ആ ഒരു ഷിപ്പ്, അതായത് ഒരു എയർക്രാഫ്റ്റ് കാരിയർ, അതിൽ നിന്നാണ് അമേരിക്ക ഹൂത്തികളുടെ മേലിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടിരുന്നത്. ആ എയർക്രാഫ്റ്റ് കാരിയറേയും ഞങ്ങൾ അറ്റാക്ക് ചെയ്തു എന്നാണ് ഹൂത്തികൾ വിളിച്ചു പറയുന്നത്. ഈ ഹൂത്തികൾ പറയുന്നത് വെച്ചാൽ അവരുടെ സ്പോക്സ് പേഴ്സൺ ആണ് വിളിച്ചു പറയുന്നത്. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇവർ മിസൈൽ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ ഇവർ ഉടനെ അറ്റാക്ക് ചെയ്തു എന്ന് അങ്ങ് ഉറപ്പുവരുത്തുകയാണ്. ആ മിസൈൽ കറക്റ്റായിട്ട് റീച്ച് ആയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള കൺഫർമേഷനും ഇവർ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കാരിയർ ഉണ്ട്, ഈ എയർക്രാഫ്റ്റ് കാരിയറെ നമ്മൾ ബേസിക്കലി ഒന്ന് നമുക്ക് നോക്കാം. ഈ എയർക്രാഫ്റ്റ് കാരിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കടലിന്റെ ഉള്ളിൽ ഒരു ഐലൻഡ് പോലെയാണ്, ഒരു ദ്വീപ് പോലെയാണ് ഈ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ടത് അതിനെ. കാരണം അത്രമാത്രം വലുപ്പമുണ്ട് അതിന്. അല്ലാതെ ഇതൊരു ചെറിയൊരു പായ്ക്കപ്പൽ പോലെ ഇങ്ങനെ ജസ്റ്റ് മിസൈൽ വിട്ടങ്ങ് അടിച്ച് തകർത്ത് കളയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഈ എയർക്രാഫ്റ്റ് കാരിയറിന് ചില ഡാമേജുകളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. അതിനെ അങ്ങനെ അടിച്ച് താഴ്ത്തി വെള്ളത്തിൽ ഇങ്ങനെ മുക്കിക്കളയാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്ത ആൾക്കാരാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ആക്രമണങ്ങളിൽ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. ഇതേപോലെ ഹൂത്തികൾ ഇത്രയും ഡിസ്റ്റൻസിലിരുന്ന് ഒരു ആന്റി ഷിപ്പ് മിസൈലൊക്കെ വിട്ട് ഇങ്ങനെ എയർക്രാഫ്റ്റ് കാരിയറിനെയൊക്കെ താഴ്ത്തിക്കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. അപ്പം ഇതിനെക്കുറിച്ച് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ യാതൊരു രീതിയിലുള്ള കൺഫർമേഷൻസും വന്നിട്ടില്ല. എന്നാലും ചില രീതിയിലുള്ള റിപ്പോർട്ടിംഗ് വരുന്നത് പറഞ്ഞാൽ 18 ആന്റി ഷിപ്പ് മിസൈലുകൾ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് USS ഹാരി എസ് ട്രൂമാൻ എന്ന് പറഞ്ഞ ആ ഒരു എയർക്രാഫ്റ്റ് കാരിയറിനെതിരെ തൊടുത്തിട്ടുണ്ട്. ഇത് അത്രമാത്രം പ്രകടശേഷിയുള്ള ഒരു മിസൈലുകളല്ല ഇത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് പറയുന്ന 4 മിസൈലുകൾ ഈ ഒരു ഹാരി എസ് ട്രൂമാൻ എന്ന് പറഞ്ഞ ഷിപ്പിനെ ടാർഗറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. US-ന്റെ ഈ ഒരു എയർക്രാഫ്റ്റ് കാരിയറിലേക്ക് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. അങ്ങനെ 4 മിസൈലുകൾ ഈ ഒരു എയർക്രാഫ്റ്റ് കാരിയറിനെ തൊട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഒരു എയർക്രാഫ്റ്റ് കാരിയറിന്റെ മേളിൽ വന്ന് പതിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ സംഭവം തന്നെയാണ്. കാര്യം അത്രമാത്രം ഇത്തവണ US വന്നത് ഈ എപ്പോഴും വരുന്ന ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉള്ള സമയത്ത് വരുന്നത് പോലെ അല്ല ഇത്തവണ US-ന്റെ ട്രൂപ്പ് വന്നത്. US-ന്റെ സകല സംവിധാനങ്ങളും കൂടി ചേർത്തുകൊണ്ടാണ് ഇത്തവണ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അറ്റാക്ക് നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് കൺഫർമേഷൻ ഇല്ല. പക്ഷെ UK-യിൽ നിന്നും HMS പ്രിൻസസ് ഓഫ് വെയിൽസ് എന്ന് പറഞ്ഞ ആ ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഇന്ന് UK-യിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട്, ഓസ്ട്രേലിയയിലേക്ക്. അപ്പൊ അത് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് സീ റൂട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു യുദ്ധം അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ UK-യും കൂടെ ജോയിൻ ചെയ്ത് തന്നെയാണ് ഈ ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിലൂടെ ആ ഷിപ്പ്, ആ ഒരു എയർക്രാഫ്റ്റ് കാരിയർ കടന്നു പോകുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് UK കുറച്ച് എക്സ്ട്രാ സെക്യൂരിറ്റി ചോദിച്ചിട്ടുണ്ട്. US-ന്റെ അടുത്ത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. US അതിന് നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ഉറപ്പ് വരുത്തുന്നുമുണ്ട്. അപ്പൊ ഈ ഒരു HMS പ്രിൻസസ് ഓഫ് വെയിൽസ് എന്ന് പറഞ്ഞ ഈ എയർക്രാഫ്റ്റ് കാരിയറിന്റെ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി ഫോഴ്സ് തന്നെ ഓൾറെഡി നിലവിലുണ്ട്. അതായത് അതിന്റെ ഒപ്പം 5ഓ 6ഓ സ്ട്രൈക്കർ ഫ്ലീറ്റുകളും കൂടെ അതിന്റെ കൂടെ പോകുന്നുണ്ട്. എന്നാലും ഇവര് എയർ ഉൾപ്പെടെ, അതായത് ആകാശപാത ഉൾപ്പെടെയുള്ള, അതായത് സ്കൈ റൂട്ട് ഉൾപ്പെടെയുള്ള സെക്യൂരിറ്റിക്കും ഇപ്പൊ ഈ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മുൻകരുതലുമായിട്ട് ഒരു പ്രിവെന്റീവ് മെഷേഴ്സിനാണ് ഇവർ അമേരിക്കയുടെ സപ്പോർട്ടും കൂടെ തേടിയത്. അപ്പം ഇത് ഓസ്ട്രേലിയയിലേക്ക് പോകുമോ, അല്ലെങ്കിൽ ഇത് ഈ ഒരു റെഡ് സീയുടെ ഭാഗത്ത് തന്നെ ഇത് സ്റ്റേ ചെയ്ത് അമേരിക്കയുടെ ഷിപ്പിനോടൊപ്പം ചേർന്ന് ഹൂത്തികൾക്ക് മേളിൽ വീണ്ടും ഒരു ആക്രമണം നടത്തുമോ എന്നുള്ളതിനെ കുറിച്ച് ഉറപ്പില്ല. ഇതിന്റെ ഉള്ളിലും F-35 എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റാണ് ഈ ഒരു HMS പ്രിൻസസ് ഓഫ് വെയിൽസിലും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നും ആക്രമണങ്ങൾ പുറപ്പെടുവിക്കാനുള്ള എല്ലാ സകല സംവിധാനങ്ങളും കൂടെ ചേർന്നുകൊണ്ടാണ് ഇപ്പൊ UK-യുടെ ഈ ഒരു ഷിപ്പും കൂടെ അവിടെ എത്തിയിരിക്കുന്നത്. അത് ഇന്ന് വൈകുന്നേരം, അതായത് നേരം വെളുക്കുമ്പോൾ പുലർച്ചെ ഇത് ഓൾറെഡി തന്നെ എത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഇതേപോലത്തെ ഫ്ലീറ്റുകളൊക്കെ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് AIS എന്ന് പറഞ്ഞൊരു സിസ്റ്റമാണ്. ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം സാധാരണയുള്ള എല്ലാ ഫ്ലീറ്റുകളും ഇത് ഓൺ ആക്കി തന്നെയാണ് പോകാറുള്ളത്. ചില ഷിപ്പുകളൊക്കെ ഇതൊക്കെ അങ്ങ് ഓഫ് ആക്കും. ഇതേപോലെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഒക്കെ തീർച്ചയായിട്ടും ഇതൊക്കെ ഓഫ് ആക്കി ഇടുന്നതാണ്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ചില റഡാറുകളിൽ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുന്ന സംഗതികൾ തന്നെയാണ്. ഇത് ഓഫാക്കി ഇട്ടാൽ തന്നെയും ചില സാഹചര്യങ്ങളിൽ ഈ ഒരു ഫ്ലീറ്റുകളെ ട്രാക്ക് ചെയ്യാൻ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഈ ഹൂത്തികൾക്ക് അറ്റാക്ക് ചെയ്യാൻ പാകത്തിന് USS ഹാരി എസ് ട്രൂമാൻ എന്ന് പറഞ്ഞ ഈ ഒരു ഷിപ്പിന്റെ ലൊക്കേഷൻ എങ്ങനെ കിട്ടി, അതെങ്ങനെയാണ് ഇവർ ഇതൊക്കെ AI സിസ്റ്റം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇതെങ്ങനെയാണ് ഇവർ ഡിറ്റക്ട് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ സഹായം ഇതിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവാം എന്നാണ് നിഗമനം. പൊതുവെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഹെൽപ്പ് ഈ ഒരു വിഷയത്തിൽ കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. അതിലുപരിയായിട്ട് ഒരു വിഷയം കൂടെ പറയുന്നത്, ഇവര് ഡ്രോൺ വെച്ചിട്ട്, മൾട്ടിപ്പിൾ ഡ്രോൺ വെച്ചിട്ട്
ഇവർ ഈ ഒരു ലൊക്കേഷൻ കണ്ടെത്തിയതായിട്ടാണ് ഇതിന്റെ കറസ്പോണ്ടന്റ് ഈ ലൊക്കേഷൻ എക്സാക്ട്ലി ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം എന്നാണ് നിഗമനം. അതിലുപരിയായിട്ട് വേറെ ഒരു രീതിയിലും ഇത് കണ്ടെത്താനുള്ള സാധ്യത ഇല്ലായിരുന്നു എന്നാണ് വിലയിരുത്തൽ. എന്നാലും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇതിനെ ചൊല്ലിയുള്ള ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ഇതേപോലെ തന്നെ അബ്രഹാം ലിങ്കനിൽ 1-2 തവണ ഇതേപോലത്തെ ചെറിയ തട്ടുമുട്ടൽ കിട്ടിയപ്പോഴത്തേക്കും തന്നെ അമേരിക്ക ഇതിനെക്കുറിച്ച് റെസ്പോണ്ട് ഒന്നും ചെയ്തിട്ടില്ല. ഷിപ്പ് റെഡ് സീയിൽ തന്നെയാണ് തുടരുന്നത്. ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് അറ്റാക്കുകൾ നടത്താൻ ഫിറ്റ് എന്നുള്ള നിലയിലാണ് ആ ഷിപ്പ് അവിടെ തന്നെ തുടരുന്നത്. ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ തിരിച്ചിറങ്ങിയതിനെ ചൊല്ലി ഇസ്രായേലിന്റെ ഉള്ളിൽ ഈ ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലികൾ കൂടുതൽ പ്രഷർ കൊടുക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് നല്ല രീതിയിലുള്ള പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഗവൺമെന്റിന്. പിന്നെ ഹൂത്തീസ് അടുത്ത് ക്ലെയിം ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ നെവാറ്റീം എയർബേസ്, ഈ നെവാറ്റീം എയർബേസ് അറ്റാക്ക് ചെയ്തു എന്നാണ് ഹൂത്തീസിന്റെ ക്ലെയിം. നെവാറ്റീം എയർബേസ് ഒന്നും അറ്റാക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു എയർബേസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നെഗേവിന്റെ ഭാഗത്താണ്, ഇസ്രായേലിന്റെ ഉള്ളിൽ നെഗേവിന്റെ ഭാഗത്താണ്. ഇപ്പൊ നെഗേവിന്റെ ഭാഗത്ത് മിസൈലുകൾ 2 മിസൈലുകൾ നെഗേവിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. അതുപോലെ തന്നെ 2 ബാലിസ്റ്റിക് മിസൈലുകൾ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് പാലസ്തീൻ 2 എന്ന് പറഞ്ഞ ആ ഒരു മിസൈലാണ് അവർ വിട്ടത്. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ പാലസ്തീന്റെ കൊടിയുടെ നിറമൊക്കെ പെയിന്റ് അടിച്ച ആ സാധനം തന്നെ, സെയിം സാധനം അവർ വിട്ടിട്ടുണ്ടായിരുന്നു. അത് സൗദി അറേബ്യയ്ക്ക് മുകളിൽ എത്തുമ്പോൾ തന്നെ സൗദി അറേബ്യയുടെ ഭാഗത്ത് വെച്ച് തന്നെയാണ് ഇസ്രായേൽ അതിനെ ആരോ എന്ന് പറഞ്ഞ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ട് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നെഗേവ് ബേസിന്റെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതിനകത്ത് ഒരു കേടുപാടുകളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഇസ്രായേലിന്റെ ഉള്ളിൽ നിലം തൊട്ടിട്ടില്ല ഈ 2 മിസൈലും. ഹൂത്തിയുടെ സ്പോക്സ് പേഴ്സൺ അവരുടെ അനുയായികളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇസ്രായേലിന്റെ ബേസ് അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിട്ട് വേണമെങ്കിൽ കരുതാം. മിസൈൽ അവർ വിട്ടിട്ടുണ്ടായിരുന്നു, അത് ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അല്ലാതെ അത് ഒരു രീതിയിലും പതിച്ചിട്ടില്ല എന്നുള്ളതാണ്. പുതിയ IDF ചീഫാണ് യാൽ സാമിർ എന്ന് പറയുന്നത്. ഹെർസെ ഹാലവി റിസൈൻ ചെയ്തതിനെ തുടർന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്ത വ്യക്തിയാണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ആക്രമണം നടത്തുന്നത്, അല്ലാതെ ഈ ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല, ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഇത്തവണ ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു ആക്രമണം ബന്ദികളെ വിട്ട് കിട്ടുന്നത് വരെ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ തുടരും. അതുവരെ ഇനി ഒരു നെഗോസിയേഷൻ ടോക്ക് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതായത് ഇതിന്റെ ഒരു അവസാനം ഈ ഒരു അതായത് ഈ ഒരു അറ്റാക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ ബന്ദികളെ റിലീസ് ചെയ്യുക, ഇതാണ് വെച്ചിരിക്കുന്ന കണ്ടീഷൻ. ഈ ബന്ദികളെ റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജെന്യൂൻ ആയിട്ടുള്ള ഒരു സംസാരം, അതായത് സത്യസന്ധമായി നിങ്ങൾ ബന്ദികളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് സംസാരിക്കുന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ചർച്ചയ്ക്ക് തന്നെ തയ്യാറാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗാസയിൽ ഇനി ഒരു ജീവിച്ചിരിക്കുന്ന ബന്ദികളെ സംരക്ഷിക്കുന്ന ചുമതലയും കൂടെ ഒരു ഹമാസിന് വന്നിരിക്കുകയാണ്. അതായത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇതിന് നിർത്താനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ ജീവിച്ചിരിക്കുന്ന ബന്ദികളെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ബന്ദികൾക്ക് കുറച്ചുകൂടെ ബന്ദികളെ സുരക്ഷിതരായിട്ട് വെക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഹമാസിന് വന്നിരിക്കുകയാണ്. വൈറ്റ് ഹൗസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടാണ്. ട്രംപും പുടിനും കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. ഇത്തവണ റഷ്യ, ഞാൻ പറയാം, റഷ്യ ഇതുപോലെ വെർബലി പല രീതിയിലുള്ള പ്രോമിസും പല രീതിയിലുള്ള സപ്പോർട്ടൊക്കെ വെർബലി കൊടുക്കും. പക്ഷെ അതിലുപരിയായിട്ട് റഷ്യ ഫുൾ ആൻഡ് ഫുൾ ഇൻവോൾവ്മെന്റ് ആയി മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് വരില്ല എന്നുള്ളതാണ്. അങ്ങനെ വരാനുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സിറിയയ്ക്കുള്ളിൽ തന്നെ അത് നടന്നേനെ. സിറിയയിൽ നിന്നും അവിടെ അത്ര വലിയ ഡിഫൻസ് ഒന്നും ഇല്ലായിരുന്നു. സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ മാത്രമാണ് അങ്ങും പോയി അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. HTS എന്ന് പറഞ്ഞ ഒരു ചെറിയ തീവ്രവാദ സംഘടനയെ തന്നെ അവിടെ ചേർത്ത് നിൽക്കണ്ട എന്ന് തീരുമാനിച്ച് ഒഴിഞ്ഞു മാറിയതാണ് റഷ്യ. അപ്പൊ തന്നെ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, മിഡിൽ ഈസ്റ്റിൽ വേറെ ഒരു പ്രശ്നത്തിനും റഷ്യ ഫുൾ ആൻഡ് ഫുൾ ഇടപെടില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാനായാലും ശരി, ഹൂത്തികൾക്കായാലും ശരി, റഷ്യ ഇങ്ങനെയൊക്കെ 1-2 വാക്കുകളൊക്കെ പറയും. കാരണം അത് പറയേണ്ടത് അവരുടെ ഒരു ഡിപ്ലോമസിയുടെയും കൂടെ ഒരു ഭാഗമാണ്. കാരണം അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ അമേരിക്കയുമായിട്ടും ഇവരുമായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു ചുമതല റഷ്യക്കുള്ളത് കൊണ്ട് തന്നെ റഷ്യ ഇപ്പൊ തൽക്കാലം ഉക്രൈനുമായിട്ട് എൻഗേജ്ഡ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് റഷ്യ ജസ്റ്റ് ഒന്ന് ഒരു ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും പറയണം എന്ന് കരുതി പറയുന്നതാണ്. അവരുടെ ഒരു കമ്മിറ്റ്മെന്റിന് വേണ്ടി മാത്രം പറയുന്നതാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ റഷ്യ ഒരിക്കലും ഇതിനകത്ത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വരില്ല എന്നുള്ളതാണ്. ഇനിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ട്രംപുമായിട്ട് ആലോചിച്ചിട്ട് ആ രീതിയിൽ മാത്രമേ ഒരു സ്റ്റേറ്റ്മെന്റ് വരുള്ളൂ. ട്രംപുമായിട്ട് ഫോണിലൊക്കെ സംസാരിക്കും, അവരുടെ തമ്മിലുള്ള അന്തർധാര വളരെ സജീവമാണ്. പക്ഷെ രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡിലൊക്കെ സംസാരിക്കുന്ന പോലെ പല സ്റ്റേറ്റ്മെന്റുകളൊക്കെ വിടും, അത്രേ ഉള്ളൂ. അതിലുപരിയായിട്ട് ഒന്നും തന്നെ നടക്കാനില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ട്രംപും പുടിനുമായിട്ടുള്ള ഒരു സംസാരത്തില് പ്രധാനമായിട്ട് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഇറാൻ ഒരിക്കലും ഇസ്രായേലിന് ഒരു ത്രെട്ട് ആവാൻ പാടില്ല. ഇസ്രായേലിനെതിരെ ഒരു ഭീഷണിയുമായിട്ട് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം നിലനിൽക്കാൻ പാടില്ല. അവർ പൂർണ്ണമായിട്ടും അതിൽ നിന്ന് പിന്തിരിയണം. എന്നാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവൂ. അത് ഇറാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാര്യം അവരുടെ ഒരു സിദ്ധാന്തം തന്നെ അങ്ങനെയാണ്, ഇസ്രായേലിനെതിരെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ അതിലൊരിക്കലും ഒരു മാറ്റം വരത്തില്ല. അങ്ങനെ അവർ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബേസിക് ആയിട്ടുള്ള ഐഡിയ തന്നെ മാറുകയാണ്, ഐഡിയോളജി തന്നെ മാറുകയാണ്. അവരുടെ ചിന്താഗതിയും അവരുടെ ഐഡിയോളജി ഇതുവരെ അവർ ഇതുവരെ ഇത്രയും നാളും അവർ എന്തിനെ കുറിച്ചാണോ സംസാരിച്ചുകൊണ്ടിരുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ അവർ ഈ ഒരു റെജീം കെട്ടിപ്പൊക്കി കൊണ്ടുവന്നത്, ഇതെല്ലാം തന്നെ തകരുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു മാറ്റത്തിന് ഒരിക്കലും തയ്യാറാവില്ല. ഖത്താർ, ഈജിപ്ത്
പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഖത്താറും ഈജിപ്തും പറയുകയാണ് ഇസ്രായേൽ ചെയ്തത് വളരെ മോശമായി പോയി, നിങ്ങൾ ഇതെല്ലാം നിർത്തിയിട്ട് വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാവണം എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇവർ ഇത്രയും നാൾ ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ചർച്ച നടക്കുന്ന ഇടയ്ക്ക് ഹമാസിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈ ബന്ദികളെ വിട്ടുകൂടെ, റിലീസ് ചെയ്തുകൂടെ? എന്തിനാണ് ഈ മറ്റുള്ളവരെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അന്യായമായിട്ട് ഇങ്ങനെ അടച്ചു പൂട്ടി വെക്കുന്നത്? ഇവരെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയത് കൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു യുദ്ധം തുടങ്ങിയത്. എന്നാൽ പിന്നെ അത് വിട്ടുകൊടുത്താലേ അവസാനിക്കൂ. അപ്പൊ അത് എത്രയും വേഗം വിട്ടുകൊടുക്കുക എന്നുള്ളതിലുപരി ഈ ഒരു ബന്ദികളെ വെച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും നേടാൻ വേണ്ടിയിട്ട്, അതായത് അവസാനത്തെ അവരുടെ ആഗ്രഹം വരെ നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബന്ദികളെ ഉപയോഗിക്കുകയാണ്. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അറ്റാക്ക് തുടങ്ങിയത് അവര് ക്ഷമിക്കുന്നിടത്തോളം ക്ഷമിച്ചു നോക്കി. എല്ലാ രീതിയിലുള്ള ആക്രമണങ്ങളും കുറച്ചുകൊണ്ട് ആ ഒരു 42 days ഒക്കെ വളരെ മാന്യമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത്. എന്തുകൊണ്ടാണ് phase 1, phase 2, phase 3 എന്ന് വെച്ചത്? phase 1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ phase 2 ഓക്കെ ആണെങ്കിൽ തുടരും. അതുകൊണ്ടാണല്ലോ phase 2. അപ്പൊ phase 2 നെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അതിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നെഗോസിയേഷൻ പ്ലാനുകൾ ഉണ്ടാക്കേണ്ടത് ഹമാസിന്റെയും കൂടെ ചുമതലയാണ്. അല്ല ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ നിൽക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരിക്കലും നടപടിയാവുന്ന കാര്യമല്ല. കാരണം ഇത് യുദ്ധമാണ്. അപ്പൊ അവിടെ ഈ ആദ്യം ഈ റിലീസായി കിട്ടുന്ന ബന്ദികളുണ്ട്, അവർ പറയുന്ന കുറെ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അവർ പറയുന്ന കുറെ പ്രൂഫുകൾ അവർക്ക് കിട്ടും. നിങ്ങൾ അവരെയാണല്ലോ ഈ ഒരു ഗാസയ്ക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരുന്നത്. അവർ കൃത്യമായ ഡേറ്റ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എവിടെയാണ്, എന്താണ്, നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഈ ബന്ദികൾ ഡീൽ ചെയ്തിരുന്നത്, എവിടേക്കാണ് കൊണ്ടുവച്ചത്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് നിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ. അത് ഏറെക്കുറെ ഇപ്പൊ IDF വളരെ വ്യക്തമാണ്. അതുകൊണ്ട് പഴയതുപോലെ അങ്ങനെ സീസ് ഫയർ നീട്ടിക്കൊണ്ട് പോകും എന്ന് വിചാരിക്കുന്നത് വളരെ മണ്ടത്തരമാണ്. അതനുസരിച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് തന്നെ നിങ്ങൾ നീങ്ങണമായിരുന്നു. അത് നീങ്ങിയില്ല. അതിന്റെ ഒരു ഫലമാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് ഫുൾ ആൻഡ് ഫുൾ ഗ്രീൻ ലൈറ്റ് ആണ്. ട്രംപ് ഫുൾ ആൻഡ് ഫുൾ ഗ്രീൻ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള അറ്റാക്കുകൾ മുന്നോട്ട് കൊണ്ടുപോവുക, എന്നിട്ട് ഹൈ പ്രഷർ ഇടുക ഹമാസിന്റെ മേളിൽ. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു നിലപാട്. ഈ നിലപാട് പണ്ട് ബൈഡൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം ഈ യുദ്ധം നീണ്ടു പോകത്തില്ലായിരുന്നു. ഇത് പണ്ടേ തീർന്നേനെ. ഫാർ റൈറ്റ് പാർട്ടിയിൽപ്പെട്ട ഒസാമ യഹൂദി എന്നൊക്കെ പറഞ്ഞ് പണ്ട് പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ, അതായത് ഈ സീസ് ഫയർ ഡീൽ തുടങ്ങിയപ്പം ഈ പാർട്ടിയിൽ നിന്ന് വിട്ട് മാറിപ്പോയ ആൾക്കാരൊക്കെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അതുപോലെ ഇത്താമർ ബെൻകിവിർ, സ്മൂട്രിച്ച്, ഇങ്ങനെ ഫാർ റൈറ്റിലുള്ള ആൾക്കാർ മൊത്തം ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ ഒരു ബന്ദികളുടെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട ആ സ്ട്രൈക്കിന്റെ കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയുകയും ചെയ്ത്, അതുപോലെ തന്നെ ലിക്വിഡ് പാർട്ടി, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പാർട്ടിയുടെ ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഗാസയ്ക്കുള്ളിൽ നിന്നൊരു ക്ലാസിഫൈഡ് ഡോക്യുമെന്റ് ലീക്ക് ആയിട്ടുണ്ട്. ആ കിട്ടിയ ഡോക്യുമെന്റിൽ 2013 മുതൽ 2017 തന്നെ ഇവർ ഈ പ്ലാൻ ഒക്കെ തയ്യാറാക്കി വെച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. മേയർ അമിത് ഇന്റലിജൻസ് ആൻഡ് ടെററിസം ഇൻഫർമേഷൻ സെന്റർ, മേയർ അമിത് ഇന്റലിജൻസ് ഇൻഫർമേഷൻ സെന്റർ, ഇത് ഗാസയ്ക്കുള്ളിൽ തന്നെയുള്ള ഹമാസിന്റെ തന്നെ ഒരു ഇന്റലിജൻസ് യൂണിറ്റ് ആണ്. ഇവരുടെ ഒരു ഡോക്യുമെന്റ് ആണ് ലീക്കായി കിട്ടിയിരിക്കുന്നത്. ഈ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന സംഭവമാണ് 2013 മുതൽ 2017 വരെ തന്നെ ഇവർ ആക്ഷൻ പ്ലാൻ എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്നുള്ളത്. ഇതിനകത്ത് കുറെ പോയിന്റ്സുകൾ പറയുന്നുണ്ട്. ഇതിനകത്ത് റിയലിസ്റ്റിക് പ്ലാൻ, ഒരു കൃത്യമായിട്ട് ഇതിന് എന്താണ് പ്ലാൻ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് വെച്ചാൽ ഇറാന്റെ ഒരു പിന്തുണ, ഇറാൻ എത്രമാത്രം ഇതിനകത്ത് സഹായിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള നൊട്ടേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഇറാൻ മാത്രമല്ല ഹെസ്ബുള്ളയുടെയും കൂടെ കമന്റ് ഉണ്ട് ഇതിനകത്ത്. ഇറാനും ഹെസ്ബുള്ളയും കൂടെ ചേർന്നിട്ടാണ് ഹമാസിനെ ഈ രീതിയിൽ മുന്നോട്ട് ഇങ്ങനെ തള്ളിവിട്ടത് ഗാസയ്ക്കുള്ളിൽ നിന്നും ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് ഈ ഒരു October 7 അറ്റാക്ക് നടത്താൻ. അതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഇസ്രായേൽ IDFന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇംപ്ലിമെന്റിംഗ് പ്രോപ്പർ റെസിസ്റ്റൻസ് ഇൻ പാലസ്തീൻ, ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ എങ്ങനെയാണ് ആക്രമിക്കാൻ കഴിയുക, അതിലൂടെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇസ്രായേലിനെ വലിച്ചഴിച്ച് ഇന്റർനാഷണൽ ഫോറത്തിലേക്ക് കൊണ്ടുവരിക, ഗ്ലോബൽ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് ആ ഒരു ഡോക്യുമെന്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഗാസയ്ക്കുള്ളിൽ നടത്തിയ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ 10 മിനിറ്റിൽ 80 സ്പോട്ടുകളാണ് ഗാസയ്ക്കുള്ളിൽ എയർ സ്ട്രൈക്ക് നടത്തിയത്. ഇതെല്ലാം തന്നെ ഫ്രഷ് ആയിട്ടുള്ള സൈറ്റുകളിലാണ് ആക്രമണം നടത്തുന്നത്. ഇതിലുപരിയായിട്ട് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഗാസയ്ക്കുള്ളിൽ ബന്ദികളെ വെച്ചിരിക്കുന്നു എന്ന്, അതായത് ഈ രക്ഷപ്പെട്ടു വന്ന ബന്ദികൾ, അതായത് ഈ ഒരു റിലീസായി വന്ന ബന്ദികൾ പറഞ്ഞ സ്ഥലങ്ങൾ, ഐഡന്റിഫൈ ചെയ്ത് കൊടുത്ത സ്ഥലങ്ങൾ ഇവർ ആക്രമിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എവിടെയൊക്കെ ബന്ദികളെ സൂക്ഷിച്ച് വെച്ചിരിക്കാം, എവിടെയൊക്കെ ബന്ദികളെ സേഫ് ആയിട്ട് വെച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈ രക്ഷപ്പെട്ടു വന്ന ബന്ദികൾ പറഞ്ഞ ആ ഒരു വിവരം അനുസരിച്ച് ഏതൊക്കെ സ്ഥലങ്ങൾ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ ആക്രമണം നടത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ. പിന്നെ PIJ എന്ന് പറഞ്ഞ ആ ഒരു സംഘടന ഉണ്ടല്ലോ പാലസ്തീന്റെ ഉള്ളിൽ, ഒരു ജിഹാദ് സംഘടന, അതിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ആള് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 4 സീനിയർ ഹമാസ് മെമ്പേഴ്സും കൂടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഇന്നലത്തെ അറ്റാക്കിൽ. ഇതൊക്കെ തന്നെയാണ് ഇനി എല്ലാ ദിവസവും നടക്കാൻ പോകുന്നത് അവിടെ. കാര്യം തുറന്നു വിട്ട ആൾക്കാരുണ്ടല്ലോ, ഈ ജയിലിൽ നിന്ന് തുറന്നു വിട്ടത്, അവരെയൊക്കെ ഇപ്പൊ തെരഞ്ഞു പിടിച്ച് ഇപ്പം ഇസ്രായേൽ കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് തകർത്ത് കളയുന്നതായിരിക്കും. അപ്പൊ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ വരട്ടെ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.